ഇത് ഫയർ അല്ല, ഇത് വൈൽഡ് ഫയർ എന്ന് പറയുമ്പോൾ ഈ വൈൽഡ് ഫയർ എങ്ങോട്ട് വേണമെങ്കിലും പടർന്നു പിടിക്കാം, സ്വന്തം മൂട്ടിലേക്ക് വേണമെങ്കിലും പടർന്നു പിടിക്കാം. അതിശക്തമായ ബാറ്റിംഗ് നിര, അതുപോലെ തന്നെ വീക്കായിട്ടുള്ള ഒരു ബോളിംഗ് നിരയാണ്, അതുപോലെ തന്നെ വളരെ വീക്കായിട്ടുള്ള ഒരു ബെഞ്ചും ആണ് ഇവർക്ക് ഈ വർഷം. ഹെഡ്, ക്ലാസൻ, അഭിഷേക്, നിതീഷ് റെഡ്ഡി എന്നിവരടങ്ങുന്ന വെടിക്കെട്ട് ബാറ്റിംഗ് ലൈനപ്പിലേക്ക് ഇഷാൻ കിഷൻ, അഭിനവ് മനോഹർ എന്നിവരെ കൂടെ കൊണ്ടുവന്ന ആ ഫയർ പവറിന് വീര്യം കൂട്ടിയിരിക്കുകയാണ് SRH. പക്ഷെ എത്ര അടിച്ചാലും അതിനനുസരിച്ച് ഉദാര മനസ്സോടെ കൊടുക്കാൻ പറ്റുന്ന ഒരു ബോളിംഗ് ലൈനപ്പാണ് SRH ഈ വർഷം എടുത്തു വെച്ചിരിക്കുന്നത്. കഴിഞ്ഞ വർഷം ഗ്ലെൻ ഫിലിപ്പ്, മാർക്കോ യാൻസൺ, ഉമ്രാൻ മാലിക്, വാഷിംഗ്ടൺ സുന്ദർ, അതുപോലെ തന്നെ ഷഹബാസ് അഹമ്മദ്, ഇത്രയും കിടിലൻ ബെഞ്ച് സ്ട്രെങ്ത് ഉണ്ടായിരുന്ന SRH ഈ വർഷം ബെഞ്ചിലിരിക്കുന്നത് സച്ചിൻ ബേബിയും മുനത് കട്ടും കുറച്ച് ഇന്ത്യൻ യങ് പ്ലേയേഴ്സും മാത്രമാണ്. കഴിഞ്ഞ വർഷം പരീക്ഷിച്ച് വിജയിച്ച ഒരു ഫോർമാറ്റിൽ തന്നെയാണ് ടീം എടുത്തിരിക്കുന്നത്. ബാറ്റിംഗിൽ മാക്സിമം ഫയർ പവർ കൊണ്ടുവരിക, അതുപോലെ ബോളിംഗ് ഡീസന്റ് ആക്കുക എന്നുള്ളത്. അപ്പോൾ ഞാൻ ഈ ടീമിന് കൊടുക്കുന്ന റേറ്റിംഗ് 8 out of 10 ആണ്.